കുരുക്ഷേത്ര യുദ്ധത്തിൽ യുവാവായിരുന്ന അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തി 6 പേർ കൊന്നുകളഞ്ഞു. സ്പീക്കർ സാർ, ചക്രവ്യൂഹത്തിനുള്ളിൽ ഭയമുണ്ടാകും, അക്രമമുണ്ടാകും. ആ ചക്രവ്യൂഹത്തിൽ 6 പേർ അഭിമന്യുവിനെ അകപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഞാൻ ചക്രവ്യൂഹത്തെക്കുറിച്ച് ഡീറ്റെയിലായി പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം പത്മവ്യൂഹം, അതായത് താമരവളയം. സ്പീക്കർ സാർ, പത്മവ്യൂഹം എന്നത് താമരയുടെ ആകൃതിയിലാണ് ഉള്ളത്. സർ, 21ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ചക്രവ്യൂഹം ഇവിടെ തയ്യാറാവുകയാണ്. സ്പീക്കർ സാർ, ആ ചക്രവ്യൂഹത്തിനും താമരയുടെ അതേ ആകൃതി തന്നെയാണ്. അതിൻ്റെ ചിഹ്നം പ്രധാനമന്ത്രി തന്നെ സ്വയം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുത്തി നടക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനോട് എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് താമരവളയം ഇന്ന് ഭാരതത്തിലെ യുവാക്കളോട് ചെയ്യുന്നത്. കൃഷിക്കാരോട്, ഭാരതത്തിലെ അമ്മപെങ്ങന്മാരോട്, ഭാരതത്തിലെ ചെറുകിട വ്യവസായികളോട് എല്ലാം അതേ രീതിയിൽ ചക്രവ്യൂഹം ഇന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. സർ, അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയത് 6 പേരാണല്ലോ. ആ 6 പേരുടെ പേര് ദ്രോണാചാര്യ, കർണ, കൃപാചാര്യ, കൃതവർമ്മ, അശ്വത്ഥാമാവ്, പിന്നെ ശകുനിയും. സ്പീക്കർ സാർ, ഇപ്പോഴും ഇവരുണ്ടാക്കിയിരിക്കുന്ന ആ താമരവളയത്തെ, ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് 6 പേർ തന്നെയാണ്. ചക്രവ്യൂഹത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത് 6 പേരാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിനും അതേ 6 പേർ തന്നെയാണ് സാർ ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത്. നരേന്ദ്രമോദിജി, അമിത്ഷാജി, അജിത് ഡോവൽജി, മോഹൻ ഭഗവത്ജി, അംബാനി, അദാനി. സ്പീക്കർ ഓം ബിർള ഇടപെട്ടുകൊണ്ട് പറയുന്നു, രാഹുൽ ഗാന്ധിജി, അങ്ങ് ഭരണഘടനാ പദവി വഹിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. താങ്കളും താങ്കളുടെ ഒപ്പമുള്ള നേതാക്കളും എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, ഇവിടെ ഇനി പോസ്റ്റർ ഉയർത്തി കാണിക്കില്ല എന്നും സഭയിലല്ലാത്തവരുടെ പേരുകൾ പറയില്ല എന്നും. ആ നിയമം പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കാനുള്ളത്, ഈ സഭയുടെ നിയമങ്ങളും മര്യാദകളും പാലിക്കാൻ താങ്കൾ തയ്യാറാകണം. ഈ സഭയുടെ നിയമങ്ങൾ പാലിക്കുമെന്ന് താങ്കൾ എഴുതി നൽകിയാണ്, പക്ഷേ എന്നിട്ടും താങ്കൾ അത് പാലിക്കാറില്ല. പലപ്പോഴും താങ്കൾ തെറ്റുകൾ ആവർത്തിക്കുകയാണ്. സ്പീക്കർ സാർ, താങ്കൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ അംബാനി, അദാനി പേരുകൾ പിൻവലിക്കാൻ തയ്യാറാണ്. എൻ്റെ ആഗ്രഹമല്ല ഞാൻ താങ്കളോട് പറയുന്നത്, ഈ സഭയിലെ നിയമമാണ് എന്ന് സ്പീക്കർ രാഹുൽ ഗാന്ധിയോട് പറയുന്നു. സ്പീക്കർ സാർ, ചക്രവ്യൂഹത്തിലെ ഒന്നാമത്തെ കാര്യമെന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്, അതിൻ്റെ കുത്തക പൂർണ്ണമായും 2 വ്യക്തികൾക്ക് മാത്രമായി ഈ ഭരണകൂടം തീരെഴുതി നൽകിയിരിക്കുകയാണ്. സമ്പത്തിൻ്റെ ഏകീകരണമാണ്. അത് പൂർണ്ണമായും 2 വ്യവസായികൾക്ക് മാത്രമായി ഈ ഗവൺമെൻറ് തീരെഴുതി നൽകിയിരിക്കുന്നു. ബജറ്റിനെക്കുറിച്ച് പറയണം എന്ന് സ്പീക്കർ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുന്നു. സാർ, ഞാൻ ബജറ്റിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്നത് ഈ രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അന്വേഷണ ഏജൻസികളാണ്. CBI, ED, ഇൻകം ടാക്സ്, ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് അതേ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്ന ആളുകൾ തന്നെയാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഈ ചക്രവ്യൂഹത്തിൽ ജനങ്ങളെ എങ്ങനെയാണ് ഇവർ പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സാർ. ഒന്നാമത്തെ കാര്യം, അഗ്നിവീർ എന്ന പദ്ധതിയിൽപ്പെടുത്തി ഈ രാജ്യത്തെ യുവാക്കളെ ഈ ചക്രവ്യൂഹത്തിൽ പെടുത്തിയിരിക്കുന്നു. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ അഗ്നിവീറിലെ യുവാക്കൾക്ക് പെൻഷൻ നൽകുന്നതിനായി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല സാർ. സാർ, ഭരണപക്ഷം സ്വയം ദേശഭക്തരാണെന്ന് പലതവണ ആവർത്തിക്കുമ്പോഴും അവർ ഈ രാജ്യത്തെ പോരാടുന്ന സൈനികർക്ക് വേണ്ടി 1 രൂപ പോലും ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല സാർ. അഗ്നിവീർ യുവാക്കളുടെ പെൻഷന് വേണ്ടി 1 രൂപ പോലും ഈ ബജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. ഈ ചക്രവ്യൂഹത്തിൽപ്പെട്ടിരിക്കുന്ന കർഷകർ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ സാർ, 2 കാര്യം ചോദിക്കുന്നില്ല, ഒരേ ഒരു കാര്യം മാത്രം. അവർക്ക് ലീഗലായി ഗ്യാരണ്ടിയോടെ താങ്ങുവില പ്രഖ്യാപിക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് സാർ ഈ രാജ്യത്തെ കർഷകർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളും അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിക്കുന്ന കർഷകരെ അതിർത്തിയിൽ തടയുകയാണ് സാർ. പ്രതിപക്ഷ നേതാവായ എന്നെ കാണാൻ പോലും വന്ന കർഷകരെ ഈ സഭയിലേക്ക് കയറ്റിവിടാൻ അവർ തയ്യാറാകുന്നില്ല സാർ. സ്പീക്കർ ഇടപെട്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ ഈ ലോക്സഭയിലെ വ്യവസ്ഥിതിയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയരുത്. സഭയിൽ ആർക്കൊക്കെ അനുവാദം നൽകണം, ആർക്കൊക്കെ ഇവിടെ ഇരിക്കാൻ കഴിയും, അതൊക്കെ തീരുമാനിക്കുന്നത് ഭരണപക്ഷമല്ല, സ്പീക്കറാണ്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കർഷകരുടെ പ്രതിനിധികളെ സഭയിലേക്ക് വിളിക്കാൻ കഴിയില്ല. കാരണം അത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ലാതെ മറ്റൊരാൾക്കും ഇവിടെ ഇരിക്കാൻ കഴിയില്ല.
അതിന് ചട്ടങ്ങൾ അനുവാദം നൽകുന്നില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് എന്ന് പറയുന്നു, സർ ഇത് സാങ്കേതികതയാണ് സർ, അതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു, മാപ്പ് നൽകണം സർ. സർ, ഈ രാജ്യത്തെ മിഡിൽ ക്ലാസ് വിഭാഗമുണ്ടല്ലോ, അവർ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് വരെ ഭരണപക്ഷത്തിനൊപ്പമായിരുന്നു, BJPക്കൊപ്പമായിരുന്നു. പ്രധാനമന്ത്രി കോവിഡിൻ്റെ കാലത്ത് ഈ രാജ്യത്തെ സാധാരണക്കാരോട് പാത്രം കൊട്ടാൻ പറഞ്ഞു. അവർ വളരെ സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ തന്നെ അവർ പാത്രം കൊട്ടലിൽ പങ്കെടുത്തു. അതിനുശേഷം അതേ കോവിഡ് കാലത്ത് തന്നെ അതേ പ്രധാനമന്ത്രി ഇതേ മിഡിൽ ക്ലാസ്സിനോട് പറഞ്ഞു, നിങ്ങൾ മൊബൈലിലെ ലൈറ്റ് തെളിയിച്ച് ആദരവർപ്പിക്കണമെന്ന്. സർ, ഈ രാജ്യത്തെ മിഡിൽ ക്ലാസ് അതും ചെയ്തു. കാരണം അവർ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ ബജറ്റിൽ അതേ മിഡിൽ ക്ലാസ്സിനെ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ടാക്സിലെ വർധനവും ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞതും. മുന്നിൽ നിന്നും ഇടിച്ചു, പിന്നിൽ നിന്നും ഇടിച്ചു. ഇത് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും കാലം BJPക്കൊപ്പം ഉണ്ടായിരുന്ന അതേ മിഡിൽ ക്ലാസ് ഇന്ന് ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത്. അതിന് കാരണം ഇവരുടെ ഈ തെറ്റായ നയങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത് അവിടെയെല്ലാം ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചക്രവ്യൂഹം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പ്രതിപക്ഷം, ഇന്ത്യ സഖ്യം ആ ചക്രവ്യൂഹം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളി ചക്രവ്യൂഹം പൊളിക്കാൻ ശ്രമിച്ചു. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന് സാധാരണക്കാർക്ക് പണം എത്തിച്ചുകൊണ്ട് ചക്രവ്യൂഹം പൊളിക്കാൻ ശ്രമിച്ചു. സർ, ഞാൻ മുമ്പ് പറഞ്ഞ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്ന 2 പേരുണ്ടല്ലോ, A1 A2, അവർ ഈ രാജ്യത്തെ എല്ലാ ബിസിനസ്സിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പങ്കുപറ്റുന്നത് അവരാണ് സർ. അവരുടെ കയ്യിൽ ഈ രാജ്യത്തെ വിമാനത്താവളങ്ങളുണ്ട്. ഈ രാജ്യത്തെ ടെലികോം സിസ്റ്റം പൂർണ്ണമായും അവരുടെ കയ്യിലാണ്. തുറമുഖങ്ങൾ അവരുടെ കയ്യിലാണ്. ഇപ്പോഴിതാ റെയിൽവേയിലേക്കും അവർ വരാൻ പോവുകയാണ്. ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് നൽകിയത് എന്ന് പ്രതിപക്ഷത്തു നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സാർ, ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 പേരുടെ കയ്യിലാണ് സാർ ഈ രാജ്യത്തെ മുഴുവൻ സമ്പത്തും ഏകീകരിക്കപ്പെടുന്നത്. സ്പീക്കറിൻ്റെ അനുമതിയോടുകൂടി കിരൺ റിജിജു പറയുന്നത് ഇപ്രകാരമാണ്: പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തെ പോലും പൂർണ്ണമായി മുഴുവൻ സമയവും ബഹളം വെച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സംഭാഷണത്തിൽ എന്തെങ്കിലും ഒരു മറുപടി ഞങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുവാദം തരാൻ തയ്യാറാകുന്നില്ല. ഇത് എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ്? ഞാൻ സ്പീക്കറുടെ അനുവാദത്തോടു കൂടി എഴുന്നേറ്റെന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് പോലും അനുവാദം തരാൻ അവർ തയ്യാറാകുന്നില്ല. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ് സർ? അതിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറയുന്നത്, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഭരണപക്ഷത്തുള്ളവർ സംസാരിക്കുമ്പോൾ എപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാദം പറയാൻ വേണ്ടി കൈ ഉയർത്തുന്നുവോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവർ വഴങ്ങിത്തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പു നൽകുന്നു, നിങ്ങൾ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നോ അപ്പോഴെല്ലാം ഞാനും വഴങ്ങിത്തരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പക്ഷത്തുള്ളവരും വഴങ്ങിത്തരും. സ്പീക്കർ സാർ, ഈ രാജ്യത്ത് ജനസംഖ്യയിൽ ഏതാണ്ട് 73% ദളിത്, OBC, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. അത് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഉയർത്തിക്കാണിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. സഭയിൽ പോസ്റ്ററുകൾ ഉയർത്തിക്കാണിക്കാൻ പാടില്ല എന്ന് പലതവണ താങ്കളോട് പറഞ്ഞതാണ്. താങ്കൾ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുകയാണ് എന്ന് സ്പീക്കർ പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായെങ്കിൽ മാപ്പ് നൽകണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എനിക്ക് താങ്കളുടെ മാപ്പൊന്നും ആവശ്യമില്ല. ഈ സഭയിലെ നിയമങ്ങൾ പഠിക്കാനെങ്കിലും തയ്യാറാകണം. തെറ്റുകൾ ആവർത്തിക്കാതെയെങ്കിലും ഇരിക്കണം. ഇത്രയും മര്യാദയോടുകൂടി പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ക്യാമറ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ആ ചിത്രം വീണ്ടും ഉയർത്തിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്. സഭയിൽ എത്ര മര്യാദഘട്ട പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നിയമപ്രകാരം ഫോട്ടോ കാണിക്കാൻ അനുവാദമില്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ, സാർ, ഈ ഫോട്ടോയിൽ ഉള്ളത് ബജറ്റിൻ്റെ പേരിൽ അലുവയുണ്ടാക്കി ആഘോഷിക്കുന്ന ഈ ചിത്രത്തിൽ എനിക്ക് ഒരു ദളിതനെ പോലും കാണാൻ കഴിയുന്നില്ല, ഒരു ആദിവാസിയെ പോലും കാണാൻ കഴിയുന്നില്ല, ഒരു OBC വർഗത്തിൽപ്പെട്ട ആളെ പോലും കാണാൻ കഴിയുന്നില്ല സാർ. ഇത് പറയുമ്പോൾ നിർമ്മല സീതാരാമൻ തലയ്ക്ക് കൈവച്ച് ഇവനെ എന്ത് ചെയ്യാനാണ് എന്ന രീതിയിൽ തലകുനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഹലുവ ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ കഴിക്കുന്നു. ഈ രാജ്യത്തെ 73% വരുന്ന OBC പിന്നോക്ക വിഭാഗത്തിന് ആ ഹലുവ കൊടുക്കുന്നില്ല സാർ. സ്പീക്കർ സാർ, എനിക്ക് മനസ്സിലാകുന്നത് 20 പേരാണ് ഈ ബജറ്റ് ഉണ്ടാക്കുന്നതിന് ധനമന്ത്രാലയത്തെ സഹായിച്ചത്. ആ 20 പേരുടെയും പേര് എൻ്റെ കയ്യിലുണ്ട് സാർ. താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പേര് തരാൻ ഞാൻ തയ്യാറാണ്. 20 പേർ ചേർന്നാണ് ഈ രാജ്യത്തിൻ്റെ ബജറ്റ് തയ്യാറാക്കിയത്. രാജ്യത്തിൻ്റെ ഹലുവ ഈ രാജ്യത്തെ 20 പേർ ചേർന്ന് തയ്യാറാക്കിയെന്നാണ് സാർ.
ആ 20 പേരിൽ അതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വെറും ഒരാളും OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളും മാത്രമേ ഉള്ളൂ സർ. ഈ വിവേചനമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ 2 പേരും ഈ ഫോട്ടോയിലില്ല സാർ. അതായത് ഫോട്ടോ എടുക്കുമ്പോൾ അവരെ പിന്നിലേക്ക് മാറ്റി നിർത്തിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാർ, പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് ജാതി സെൻസസ് കൊണ്ടുവരണമെന്നാണ്. ഈ രാജ്യത്തെ 90% അല്ല സാർ 95% ജനങ്ങളും ഈ രാജ്യത്ത് ജാതി സെൻസസ് വേണമെന്നാഗ്രഹിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ദളിതരും ആദിവാസികളും OBCകളും ദാരിദ്ര്യരേഖയിൽപ്പെട്ട പാവങ്ങളും എല്ലാവരും ജാതി സെൻസസ് വേണം എന്ന് പറയുന്നവരാണ്. കാരണം അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങളിൽ എത്ര പേർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ കരുതുന്നത് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ അഭിമന്യുവാണെന്നാണ്. അവർ അഭിമന്യുവല്ല, അവർ അർജുനന്മാരാണ്. അവർ നിങ്ങളുടെ ഈ ചക്രവ്യൂഹമുണ്ടല്ലോ അത് ഭേദിച്ച് പുറത്തു കടക്കാൻ ശേഷിയുള്ളവരാണ്. ഞങ്ങൾ അവരെ അതിന് സഹായിക്കുകയും ചെയ്യും. ആദ്യപടിയിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം തന്നെ പ്രതിപക്ഷ സഖ്യം ഇല്ലാതാക്കി കളഞ്ഞു. ഞാൻ എപ്പോഴൊക്കെ ഈ സഭയിൽ സംസാരിക്കാൻ വരുന്നുണ്ടോ അത് കേൾക്കാൻ നിങ്ങളുടെ പ്രധാനമന്ത്രി ഈ സഭയിൽ വരില്ല. അതെനിക്കുറപ്പാണ്. ഞാൻ എന്നൊക്കെ സംസാരിക്കാൻ വരുന്നുണ്ടോ അത് കേൾക്കാൻ പ്രധാനമന്ത്രി സഭയിൽ വരില്ല. അതെനിക്കുറപ്പാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ ഭയമാണ്. സർ, ഈ രാജ്യത്ത് മുസ്ലിം പള്ളികളിൽ ആർക്ക് വേണമെങ്കിലും പോകാൻ കഴിയും സർ. ക്രിസ്ത്യൻ പള്ളികളിൽ ആർക്ക് വേണമെങ്കിലും പോകാൻ കഴിയും സർ. അമ്പലങ്ങളിലും ആർക്ക് വേണമെങ്കിലും പോകാൻ കഴിയും സർ. പക്ഷേ ഇവരുടെ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കാൻ ആ 6 പേർക്ക് മാത്രമേ പറ്റൂ സർ. അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ആ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല സർ. സർ, നോക്കൂ സർ, എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സർ. എപ്പോഴും അവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ സ്പീക്കർ പ്രതിപക്ഷത്തെ നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭരണപക്ഷത്ത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും ആരൊക്കെ സംസാരിക്കുന്നോ അപ്പോഴെല്ലാം ബഹളം വെക്കുകയും നടുത്തളത്തിലിറങ്ങി അവരെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിങ്ങളാണോ ഇപ്പോൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? സർ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബീഹാറിൽ യാത്ര ചെയ്യുമ്പോൾ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ തൊഴിലൊക്കെ എങ്ങനെ പോകുന്നുവെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, രാഹുൽജി, എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഞാൻ നിർമ്മിച്ചു കൊടുക്കുന്ന ടേബിളും ഫർണിച്ചറുമൊക്കെ വിൽക്കുന്ന ഷോറൂം ഉണ്ടല്ലോ, അവിടെ എനിക്ക് കയറാൻ പോലും അവകാശമില്ല. കുറച്ച് ദിവസം മുമ്പ് സുൽത്താൻപൂരിൽ മറ്റൊരാളെയും ഞാൻ കണ്ടു. അദ്ദേഹത്തോടും ഞാൻ അന്വേഷിച്ചു. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് എന്നെ ഒരാളും ബഹുമാനിക്കാറില്ല രാഹുൽജി. എൻ്റെ അച്ഛനല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളും എന്നെ ബഹുമാനിച്ചിട്ടില്ല. സ്പീക്കർ സർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇവരുണ്ടാക്കിയ ഈ ചക്രവ്യൂഹം കാരണം, ഈ ജാതി വ്യത്യാസം കാരണം കോടിക്കണക്കിന് ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഞങ്ങൾ ഈ ചക്രവ്യൂഹം തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ്. ഈ സമ്പ്രദായം തകർത്ത് തരിപ്പണമാക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപായത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത്, ജാതി സെൻസസ്. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടായാലും ഇല്ലെങ്കിലും, എങ്ങനെയാണോ കർഷകർക്ക് ഈ രാജ്യത്ത് ലീഗൽ ഗ്യാരണ്ടീഡ് താങ്ങുവില വാങ്ങിക്കൊടുക്കാൻ ഇന്ത്യ സഖ്യം പോകുന്നത്, അതുപോലെ തന്നെ ഈ സഭയിൽ ജാതി സെൻസസ് ഞങ്ങൾ പാസ്സാക്കിയെടുത്തിരിക്കും. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉറപ്പാണ്. സ്പീക്കർ സാർ, ജാതി സെൻസസ് നിലവിൽ വരുന്നതോടുകൂടി ഇവർ ഈ രാജ്യത്തുണ്ടാക്കിയ ഈ ചക്രവ്യൂഹമുണ്ടല്ലോ ഇത് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ ശക്തിയും എടുത്ത് ജാതി സെൻസസ് ഈ സഭയിൽ പാസ്സാക്കിയെടുത്തിരിക്കും. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉറപ്പാണ്. സ്പീക്കർ സാർ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവിന് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ കൈകാര്യം ചെയ്യുന്ന സൈനികരെക്കുറിച്ച് സഭയിൽ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ നിസ്വാർത്ഥമായി ജോലി ചെയ്യുന്ന നമ്മുടെ അഗ്നിവീർ യുവാക്കളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണ്. അഗ്നിവീറുകളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ സ്റ്റേറ്റ്മെൻറ്റ് ഈ സഭയിൽ തരാൻ ഞാൻ തയ്യാറാണെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അഗ്നിവീറുകളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന്. സർ, ഇതേ ഡിഫൻസ് മിനിസ്റ്റർ ഇവിടെ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്തസാക്ഷിയായ നമ്മുടെ അഗ്നിവീർ ജവാന് സർക്കാർ കോമ്പൻസേഷൻ കൊടുത്തുവെന്ന്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരുന്നു 1 കോടി രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയിരുന്നുവെന്ന്. പക്ഷേ സ്പീക്കർ സാർ, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് ലഭിച്ചത് കോമ്പൻസേഷൻ അല്ല, ആ കുടുംബത്തിന് ലഭിച്ചത് ഇൻഷുറൻസ് തുകയാണ്. ആ കുടുംബത്തിന് സർക്കാരിൻ്റെ വക കോമ്പൻസേഷൻ നൽകിയത് ഞാൻ പ്രശ്നം ഈ സഭയിൽ ഉന്നയിച്ചതിന് ശേഷമാണ്. ഇത് സത്യമാണ് സർ. സാർ, നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെക്കുറിച്ച് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നല്ല അഭിപ്രായം പറയുകയാണ്. അപ്പോഴാണ് ഇവിടെ ചിലർ താമരയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമായ
താമര അദ്ദേഹത്തിനോട് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താമരയ്ക്ക് മറ്റൊരു പര്യായപദം കൂടിയുണ്ട്. അത് രാജീവ് എന്നാണ്. അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിന് താമരയോട് ചിലപ്പോൾ ദേഷ്യമുണ്ടാകാം. കാരണം അവരുടെ എല്ലാ തന്ത്രങ്ങളെയും മറികടന്നുകൊണ്ട് BJP ചിഹ്നമായ താമര ജനം വിശ്വസിച്ച് തുടർച്ചയായി 3-ാം തവണയും ഈ രാജ്യത്തിൻ്റെ അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് താമരയോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ഇനിയും താമരയെക്കുറിച്ച് ഈ രീതിയിൽ മോശമായി സംസാരിക്കുമ്പോൾ ഓർക്കണം, താമരയുടെ പര്യായപദം രാജീവ് എന്നാണെന്ന്. രാഹുൽജി കേവലം റീലുകളുടെ നേതാവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. റിയൽ നേതാവാകണമെങ്കിൽ സത്യം പറയണം, ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. സ്പീക്കർ സാർ, ഇവിടെയുള്ള ചില ആളുകൾ ആക്സിഡൻ്റൽ ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മഹാഭാരതത്തെക്കുറിച്ചുള്ള അറിവും ആക്സിഡൻ്റലായിരിക്കും. അദ്ദേഹത്തിനൊഴിച്ച് ഈ സഭയിലുള്ള, ഈ രാജ്യത്തുള്ള, ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അഭിമന്യുവിനെ വധിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിൽ 6 പേർ ചേർന്നല്ല, 7 പേർ ചേർന്നാണെന്ന്. ജയദ്രഥ്, ദുര്യോധൻ, ദുശാസൻ, കർണ, കൃപാചാര്യ, ദ്രോണാചാര്യ, പിന്നെ ശകുനിയും. ഒരുപക്ഷെ രാഹുൽജി മഹാഭാരതം വായിച്ചിട്ടുണ്ടാവില്ല. വായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നേരാം വണ്ണം മഹാഭാരതം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. സ്പീക്കർ സാർ, എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ പ്രസംഗം അങ്കിൾ സാം എഴുതി കൊടുത്തതാണെന്നാണ്. അങ്കിൾ സോറോസ് ആയിരിക്കും എഴുതി കൊടുത്തത്. അതുകൊണ്ടാണ് ഈ തെറ്റുകൾ പറഞ്ഞത്. ആരെങ്കിലും എഴുതി കൊടുത്തതെന്ന് നോക്കി വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. അതൊക്കെ പോട്ടെ. എന്തായാലും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സംഭാഷണം നടത്തിയത് കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള പല ആളുകൾക്കും ഒരിക്കൽ കൂടി മഹാഭാരതം വായിക്കാൻ പ്രചോദനമായിട്ടുണ്ടാകും. അതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ മഹാഭാരതത്തെക്കുറിച്ച് മറ്റൊരു പുസ്തകമാണ് ഈ സമയത്ത് വായിച്ചത്. സ്പീക്കർ സാർ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന പഴയ മന്ത്രിയായിരുന്ന ശ്രീ ശശി തരൂർ എഴുതിയ ഒരു പുസ്തകമാണത്, മഹാഭാരതത്തെ സംബന്ധിക്കുന്നത്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മഹാഭാരതത്തെക്കുറിച്ചും ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ശശി തരൂർ MP യോട് ചോദിച്ചാൽ മതി. അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു തരും. ശശി തരൂർജി ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകം എഴുതിയത് മഹാഭാരതത്തെയും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന് ശേഷമുള്ള രാഷ്ട്രീയത്തെയും ബന്ധപ്പെടുത്തിയുള്ള ഒരു നോവലാണ്. ശശി തരൂർജി രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കണം, താങ്കൾ അതിൽ ഉദ്ദേശിച്ച കഥാപാത്രങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ കാലത്ത് ആരൊക്കെയാണെന്ന്. അദ്ദേഹം എഴുതിയ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകത്തിൽ കൗരവരായി അദ്ദേഹം സമർത്ഥിച്ചത് ഈ രാജ്യത്തെ ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം പറയട്ടെ. ശശി തരൂർ ഈ പുസ്തകത്തിൽ ഉദ്ദേശിച്ചത് ആരൊക്കെയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായാൽ എനിക്ക് തോന്നുന്നത് ശശി തരൂരിനെ എടുത്ത് ഭിത്തിയിലൊട്ടിക്കുമെന്നാണ്. ഒരുപക്ഷെ കൊല്ലാനും മടിക്കില്ല. എന്ത് ചെയ്യാനാണ് സാർ, ഇവർ ഭരണഘടന എപ്പോഴും ഉയർത്തിപ്പിടിക്കും. പക്ഷേ അതിനുള്ളിൽ എന്താണെന്ന് വായിച്ചു നോക്കാനുള്ള സമയവുമില്ല, കഴിവുമില്ല, അറിവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഭരണഘടനയിൽ എത്ര പേജുകളുണ്ടെന്ന്. അതിനുള്ള ഉത്തരം പോലും പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മാത്രമല്ല, ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, ഫോർവേഡ് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനൊന്നും അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സ്പീക്കർ സാർ, ഞാൻ ശശി തരൂർ എഴുതിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകത്തിലെ 235-ാം പേജ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. The India of which Dhritarashtra assumed the leadership on 15th August 1947 had just been through a cathartic process of regeneration, another stage in this endless cycle. ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1947-ൽ അധികാരമേറ്റത് ധൃതരാഷ്ട്രമാണെന്നാണ്. എന്തായാലും 1947-ൽ അധികാരമേറ്റ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലല്ലോ. സഭയിലില്ലാത്തവരുടെ പേര് പറയരുതെന്ന് സ്പീക്കർ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ 1947-ൽ ഈ രാജ്യത്ത് അധികാരമേറ്റ പ്രധാനമന്ത്രി ആരാണെന്ന്. അദ്ദേഹത്തെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇരിക്കുന്ന MP ആയ ശശി തരൂർ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന പുസ്തകത്തിൽ ധൃതരാഷ്ട്രമായി വിഭാവനം ചെയ്ത് എഴുതിയിരിക്കുന്നത്. ശശി തരൂർ എവിടെയുണ്ട്? ഓടിപ്പോയില്ലല്ലോ അല്ലേ? ഇന്ന് ശശി തരൂരിന് ഉറപ്പായും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കും. കഴിഞ്ഞില്ല സ്പീക്കർ സാർ, ഞാൻ പേജ് നമ്പർ 293 കൂടി വായിക്കുന്നു. In Delhi, blind Dhritarashtra ruled with Priya Duryodhani by his side, and he pledged the nation not so much to the gas and hot water of his Fabian preceptors, but to smoke and steam of the modern industrial revolution. Their ancestors had denied this country. ഇതിൻ്റെ മുന്നോട്ടുള്ള പേജുകളിൽ ഈ രാജ്യത്തെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയെക്കുറിച്ചുമുണ്ട്. ഇതേ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൻ്റെ 7-ാം അധ്യായത്തിൽ
പ്രിയ ദുര്യോധനി എന്നെഴുതിയിട്ടുണ്ട്. പ്രിയ ദുര്യോധനിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശകുനിയും ചേർന്ന് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കറുത്ത അധ്യായം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പ്രിയ ദുര്യോധനിയുടെ ഉപദേശകനായിരുന്ന ശകുനി ഇങ്ങനെ പറഞ്ഞതായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. What you could do now is to declare an internal siege, a grave threat to the stability and security of the nation. ഉടൻ തന്നെ സ്പീക്കർ ഇടപെട്ട് പറയുന്നുണ്ട്, താങ്കൾ പറയുന്ന ഈ പുസ്തകമുണ്ടല്ലോ അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് തരണമെന്ന്. അനുരാഗ് താക്കൂർ തരാമെന്നും പറയുന്നു. So what you could do now is to declare an internal siege, a grave threat to the stability and security of the nation from internal disruption. No one has ever defined the permissible procedures under an internal siege, which leaves it to more or less up to us to define them, Shakuni added. And the next, sir, from page 366, I quote, not to mention censorship of the press. Press hai? മാനനീയ അധ്യക്ഷജി, മനസ്സിലാക്കേണ്ട കാര്യം ശശി തരൂർ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എമർജൻസി ഡിക്ലെയർ ചെയ്ത പ്രധാനമന്ത്രിയെക്കുറിച്ചിട്ടാണ്. മാത്രമല്ല ആ പ്രധാനമന്ത്രിയുടെ പേരിൻ്റെ ആദ്യ ഭാഗമായ പ്രിയ കൂടി ചേർത്തിട്ടാണ് ദുര്യോധനിയായി അദ്ദേഹം ഈ പുസ്തകത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ദുര്യോധനനും ദുശാസനനും ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾ തന്നെയാണ്. പക്ഷേ അവർ ഭരിക്കുമ്പോൾ അവരുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നില്ല സാർ. ദുര്യോധനനും ദുശാസനനും ലോകം കണ്ട ഏറ്റവും വലിയ ദുഷ്ടന്മാരായിരിക്കാം, ഏറ്റവും വലിയ ക്രൂരന്മാരായിരിക്കാം, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളുമായിരിക്കാം. പക്ഷേ അവർ ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നില്ല. സ്പീക്കർ സാർ, അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിൽ ഏതാണ്ട് 56-ലേറെ തവണ കൗരവ് പാർട്ടിയെക്കുറിച്ചും കൗരവ് നേതാക്കളെക്കുറിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കളായും അദ്ദേഹം വിഭാവനം ചെയ്ത് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ 10,000-കണക്കിന് വർഷം പഴക്കമുള്ള മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ഇപ്പോഴുമുള്ള MP എഴുതിയ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരാണ് കൗരവരെന്ന്, ആരാണ് ധൃതരാഷ്ട്രരെന്ന്, ആരാണ് ദുര്യോധനെന്ന്, ആരാണ് ശകുനിയെന്ന്. രാഹുൽ ഗാന്ധി സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു പഠിക്കണം. അപ്പോൾ എല്ലാവരുടെയും പൂർവ്വ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. ശശി തരൂർ ഈ പുസ്തകം എഴുതുന്ന കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ഈ ഭാവന അദ്ദേഹം അറിയുമായിരുന്നെങ്കിൽ ആ പുസ്തകത്തിലെ 100 പേജുകൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് എഴുതിപ്പിച്ചേനെ. താങ്കൾ ആഗ്രഹിക്കുന്നത് ഒരു കൂട്ടക്കൊലയാണോ എന്ന് ചിരിച്ചുകൊണ്ട് അധ്യക്ഷൻ ചോദിക്കുന്നുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിജി മഹാഭാരതത്തെക്കുറിച്ചും ചക്രവ്യൂഹത്തെക്കുറിച്ചും വളരെ വിശദമായി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്ന് 2 പേർ ചിരിക്കുന്നുണ്ടായിരുന്നു, കുമാരി ശൈലജാജിയും ദുബേന്ദ്രജിയും. പക്ഷേ രാഹുൽ ഗാന്ധി അവർ പിന്നിലിരുന്ന് ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും വളരെ വ്യക്തമായി ചക്രവ്യൂഹത്തെക്കുറിച്ച് കൂടുതൽ നന്നായി പറഞ്ഞു തരാൻ കഴിയുക. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശരിക്കും മനസ്സിലാകും ആരാണ് അഭിമന്യു എന്നും ആരാണ് ശകുനിയെന്നും. നമുക്ക് കാണാമല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് 6 പേർ ചേർന്ന് ചക്രവ്യൂഹം തീർത്ത് അഭിമന്യുവിനെ കൊന്നുവെന്നാണല്ലോ. പക്ഷേ യഥാർത്ഥ മഹാഭാരതത്തിൽ പറഞ്ഞത് 7 മഹാരഥന്മാർ ചേർന്ന് ചക്രവ്യൂഹം തീർത്ത് അഭിമന്യുവിനെ കൊന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ കൗരവർ കോൺഗ്രസ് ആണെന്ന് അവരുടെ തന്നെ കൂടെ ഇരിക്കുന്ന MP ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഈ സമയത്ത് ചക്രവ്യൂഹം തീർത്ത 1ാമത്തെ മഹാരഥർ കോൺഗ്രസ് തന്നെയാണ്. 2ാമത്തേത് ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന NG. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളും അടുത്ത പ്രധാനമന്ത്രിയുമായിരുന്ന IG. അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രിയായ അവരുടെ മകൻ RG1. അവർ കല്യാണം കഴിച്ച SG. അതിനുശേഷം ഇന്നത്തെ RG2. ചക്രവ്യൂഹം തീർത്ത 7ാമത്തെ ആ മഹാരഥ ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല, അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അവരുണ്ടാക്കിയ ആദ്യത്തെ ചക്രവ്യൂഹം എന്നത് കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് ഈ രാജ്യത്തോട് ഏറ്റവും വലിയ അപരാധം ചെയ്തു എന്നതാണ്. ആർട്ടിക്കിൾ 370 കൊണ്ടുവന്ന് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അതിർത്തി പ്രദേശങ്ങൾ ചൈനയ്ക്ക് ദാനം ചെയ്യാനും NG തയ്യാറായി. അടുത്ത ചക്രവ്യൂഹം ഇതേ കോൺഗ്രസിൻ്റെ IG ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ, ഈ രാജ്യത്തിൻ്റെ കറുത്ത അധ്യായം. മാത്രമല്ല IG-യുടെ കാലഘട്ടത്തിൽ പഞ്ചാബിൽ അശാന്തിയുമുണ്ടായി. RG1-ൻ്റെ കാലത്ത് ചക്രവ്യൂഹമായിരുന്നു ബൊഫോഴ്സ് അഴിമതി. മാത്രമല്ല സിഖ് കൂട്ടക്കൊല. 5ാമത്തെ SG എന്ന് പറയുന്ന ആൾ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഹിന്ദുത്വത്തെ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. മാത്രമല്ല ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ചക്രവ്യൂഹം 12 ലക്ഷം കോടിയിലധികം രൂപയുടെ അഴിമതി SG-യുടെ കാലത്താണ് നടപ്പിലാക്കിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചത്
SGയുടെ കാലത്താണ്. അതാണ് അവർ ചെയ്ത ചക്രവ്യൂഹം. പിന്നെയുള്ളത് താങ്കൾ തന്നെയാണ്, 6ാമത്തെ ചക്രവ്യൂഹമുണ്ടാക്കിയ ആ മഹാരഥൻ. താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന 5 പേരും കൂടി ഈ രാജ്യത്തിനുണ്ടാക്കിയ ദോഷത്തേക്കാൾ കൂടുതൽ താങ്കളുടെ ഈ 15 വർഷ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനുണ്ടാക്കിയെടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു. 7ാമത്തെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഈ സഭയിലില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഈ 7 പേരും ചേർന്ന് ഈ രാജ്യത്തെ എത്രത്തോളം പിന്നോട്ടടിക്കാമോ, എത്രത്തോളം ഭീകരവാദവും തീവ്രവാദവും ഇവിടെ ഉണ്ടാക്കാമോ, എത്രത്തോളം ദാരിദ്ര്യാവസ്ഥ ഈ രാജ്യത്തിനുണ്ടാക്കാമോ, എത്രത്തോളം സാമ്പത്തിക ആഘാതം ഈ രാജ്യത്തിനുണ്ടാക്കാമോ, എത്ര അഴിമതി ഈ രാജ്യത്തുണ്ടാക്കാമോ, എല്ലാം ഇവർ ചെയ്തു. ഈ 7 പേർ ചേർന്ന് ഈ രാജ്യത്തെ ശരിക്കും ചക്രവ്യൂഹത്തിൽപ്പെടുത്തി ഈ നാടിനെ തന്നെ ഇല്ലാതാക്കിയത് ഇവരാണ്. 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ രാജ്യത്തിന് ആ ഭീകരവാദത്തിൽ നിന്ന്, ആ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. നിങ്ങൾ നന്ദി പറയുന്നില്ലെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറയുന്നുണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി ഭാരതത്തെ മാറ്റിയത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ വികസന നയങ്ങളും കാരണമാണ്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ നിങ്ങൾ അദ്ദേഹത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ആ അഭിമന്യുവിനെ എതിർക്കുന്നുവോ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നോ, അത്രത്തോളം ഈ രാജ്യത്തെ ജനങ്ങൾ ആ അഭിമന്യുവിനെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി 3ാം വട്ടവും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എന്ന ആ അഭിമന്യു ഇവിടെ ഇരിക്കുന്നത്. ഒരു അഭിമന്യുവിന് പകരം 293 അഭിമന്യുവിനെ ഈ സഭയിലെടുത്താൻ ഇന്ന് ആ താമരയുടെ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ഒരുപക്ഷെ കർണനെ പോലെ സാമർഥ്യമുള്ളവരുണ്ടായിരിക്കാം, ശകുനിയെപ്പോലെ കുടില മനസ്സുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ സാക്ഷാൽ കൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ടതില്ല. ആ കൃഷ്ണനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരുപക്ഷെ നാരായണ സേനയുണ്ടായിരിക്കാം, പക്ഷേ സാക്ഷാൽ നാരായണൻ ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ വിജയം ഞങ്ങളോടൊപ്പമായിരിക്കും. കാരണം ധർമ്മം ഞങ്ങളോടൊപ്പമാണ്, നീതി ഞങ്ങളോടൊപ്പമാണ്, വികസനം ഞങ്ങളോടൊപ്പമാണ്. അത് വിശ്വസിക്കുന്ന ജനം ഈ രാജ്യത്തുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഒരു തരത്തിലുള്ള നാടകവും കുതന്ത്രവും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. അധ്യക്ഷ് ജി, ഇവരിന്നലെ അലുവ വിതരണം ചെയ്തതിനെക്കുറിച്ചുള്ള അപാകതയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വിഴുപ്പുകൾ പേറി തോളിൽ വെച്ചടക്കുന്ന ഇവരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. മാനനീയ സഭാപതിജി, ഈ രാജ്യത്തിൻ്റെ ബജറ്റിൻ്റെ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളോട്, ഈ സഭയുടെ ചട്ടങ്ങളും ഇവിടുത്തെ രീതികളും ഇവിടുത്തെ മര്യാദകളും മനസ്സിലാക്കാൻ സമയമില്ലാത്ത, ക്ഷമയില്ലാത്ത, വിവേകമില്ലാത്ത ഒരാളോട് എന്തു പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ്? അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അലുവ ശരിക്കും ആർക്കാണ് കിട്ടിയത്? രാഹുൽജി, ഇത് പറയൂ. ജീപ്പ് അഴിമതിയിൽ നിന്ന് ലഭിച്ച അലുവ ആരാണ് തിന്നത്? ബൊഫോഴ്സ് അഴിമതിയുടെ ഹലുവയും ആരാണ് കഴിച്ചത്? നാഷണൽ ഹെറാൾഡ് അഴിമതിയുടെ ഹലുവ ആരാണ് കഴിച്ചത്? സബ്മറൈൻ അഴിമതിയുടെ ഹലുവയും ആരാണ് കഴിച്ചത്? അഗസ്ത വെസ്റ്റ്ലാൻഡ് അഴിമതിയുടെ ഹലുവയും ആരാണ് തിന്നത്? 2G സ്കാമിൻ്റെ ഹലുവ ആരാണ് തിന്നത്? കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയുടെ ഹലുവയും ആരാണ് തിന്നത്? കൽക്കരി കുംഭകോണം ഹലുവ ആരാണ് തിന്നത്? വാൽമീകി യോജന അഴിമതിയുടെ ഹലുവയും ആരാണ് തിന്നത്? യൂറിയ അഴിമതിയുടെ ഹലുവയും ആരാണ് തിന്നത്? രാഹുൽജി, ഹലുവയ്ക്ക് നല്ല മധുരമാണോ അതോ കയ്പാണോ? മാന്യ അധ്യക്ഷ് ജി, ചില ആളുകൾ OBCയെക്കുറിച്ച് വളരെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് ഇവിടെ. ഇവരുടെ ചിന്തയിൽ OBC എന്നാൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ല. OBC എന്നാൽ ഇവരുടെ ചിന്തയിൽ ഒൺലി ബ്രദർ ഇൻ ലോ കമ്മീഷൻ എന്നാണ്. ഒൺലി ഫോർ ബ്രദർ ഇൻ ലോ കമ്മീഷൻ. അളിയൻ കമ്മീഷൻ വാങ്ങി അഴിമതി നടത്തുക, ഇതാണ് ഇവരുടെ പരിപാടി. ഒൺലി ഫോർ ബ്രദർ ഇൻ ലോ കമ്മീഷൻ എന്നത് മാത്രം ചിന്തിച്ചടക്കുന്ന പാർട്ടിയാണ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇവിടെ ഘോരഘോരം സംസാരിക്കുന്നത്. ഇപ്പോൾ OBCക്ക് വേണ്ടി വാദിക്കുന്ന ഈ പാർട്ടിയിലെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ തന്നെ OBC വിഭാഗത്തിൽപ്പെട്ട അധ്യക്ഷനോട് അവരെന്താണ് ചെയ്തത്? തുണി വലിച്ചു കീറി തെരുവിൽ വലിച്ചിഴക്കുകയാണ് അദ്ദേഹത്തെ ചെയ്തത്. അതിനാണ് അധ്യക്ഷ് ജി, ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് LOP എന്നാൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടീസ് എന്നാണ്, അല്ലാതെ ലീഡർ ഓഫ് പ്രൊപ്പഗണ്ട എന്നല്ല. ഇവർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഇവിടെ പ്രൊപ്പഗണ്ട ഉണ്ടാക്കാനാണ് ഈ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനാണ് സഭാപതിജി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ജാതി സെൻസസ് വേണം, ജാതി സെൻസസ് വേണമെന്ന് നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിൻ്റെ ജാതി ഏതാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? സ്വയം അദ്ദേഹത്തിൻ്റെ ജാതി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, അത് പറയാനുള്ള ധൈര്യവുമില്ല. ആ ആളാണ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും ജാതി അന്വേഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ അനുരാഗ് താക്കൂർ അപമാനിച്ചു എന്നാരോപിച്ച് സഭയിൽ വലിയ ബഹളമുണ്ടാകുന്നു. അതിന് സഭാപതിജി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതേ സഭയിൽ നിന്നുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പഴയ പ്രധാനമന്ത്രി RG1 പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം നൽകുന്നതിനെതിരായി സംസാരിച്ചിട്ടുണ്ട് ഈ സഭയിൽ നിന്നുകൊണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം ചെയർ നൽകുന്നു. സ്പീക്കർ സർ, എനിക്ക് പറയാനുള്ളത്,
എന്നെ എത്രത്തോളം മോശമായ രീതിയിൽ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് തുടരുക തന്നെ ചെയ്യണം. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ മറക്കരുത്, ജാതി സെൻസസ് എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഈ സഭയിൽ തന്നെ ഞങ്ങൾ ഇന്ത്യ സഖ്യം പാസ്സാക്കിയെടുത്തിരിക്കും. അങ്ങനെ ജാതി സെൻസസ് എടുക്കുമ്പോൾ താങ്കളുടെ ജാതിയും അതിൽ പെടും, അതല്ലേ ചോദിച്ചുള്ളൂ എന്ന് ഭരണപക്ഷത്തു നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട്. വീണ്ടും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കണം എന്ന് ആവശ്യം പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നുണ്ട്. ഒരു തവണ അവസരം നിങ്ങൾക്ക് തന്നതാണ്, അനുരാഗ് താക്കൂറിനെ ഇരുത്തി നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നതാണ്, എപ്പോഴും ഇങ്ങനെ അവസരം തരാൻ കഴിയില്ല എന്ന് ചെയർ രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ട്. അപ്പോൾ അനുരാഗ് താക്കൂർ പറയുന്നത്, സ്പീക്കർ സാർ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പ്രഭാഷണത്തിനു മുമ്പും എന്താണ് പറയേണ്ടതെന്ന് ആരോ എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഇത്തവണ ലഭിക്കാൻ ലേറ്റായി, അതുകൊണ്ടാണ് വീണ്ടും എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നത്. ഞാൻ വഴങ്ങാൻ തയ്യാറല്ല. സർ, ഇങ്ങനെ മറ്റുള്ളവർ എഴുതി കൊടുക്കുന്നത് വായിച്ചുകൊണ്ട് നടന്നാൽ രാഷ്ട്രീയത്തിൽ വിജയിക്കാനാവില്ല സർ. ഇങ്ങനെ എപ്പോഴും ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് നോക്കി വായിക്കുക അല്ല വേണ്ടത്. സ്വന്തമായിട്ട് ചിന്തിച്ചെന്തെങ്കിലും പറയാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും പുതുതായി എഴുതി കൊടുത്ത് കാണും, ഉടനെ അത് പറയാൻ വീണ്ടും എഴുതേക്കണം. ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വഴങ്ങിത്തരാൻ, അങ്ങനെ എപ്പോഴും നിങ്ങൾക്കായി വഴങ്ങിത്തരാൻ കഴിയില്ല. വീണ്ടും പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ചെയർ പറയുന്നുണ്ട്, താങ്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകിയതാണ്, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞ് പൂർത്തിയാക്കിയതുമാണ്. സ്പീക്കർ സാർ, ഞാൻ ഈ സഭയിൽ പറഞ്ഞത് ആരാണോ ജാതി സെൻസസിനെ കുറിച്ച് തുടർച്ചയായി സംസാരിക്കുന്നത് അവർക്ക് അവരുടെ ജാതിയും തുറന്നു പറയേണ്ടി വരും എന്നാണ്. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ പേര് പറയാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഞാനാണ് എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? സഭയിൽ ഭരണപക്ഷം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് അവസരം തന്നതാണ്. അപ്പോൾ താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞ് പൂർത്തിയാക്കി താങ്കൾ ഇരുന്നതുമാണ്. വീണ്ടും അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കണമെന്നിങ്ങനെ തുടർച്ചയായി ആവശ്യപ്പെടുന്നത് തെറ്റാണ്. പക്ഷേ എങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ ഇത്രയും ബഹളം വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം ചെയർ കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷം വീണ്ടും കിടന്ന് ബഹളം വെക്കുമ്പോൾ ചെയർ പറയുന്നത് ഇങ്ങനെയാണ്, താങ്കളുടെ പ്രതിപക്ഷ നേതാവിന് ഞങ്ങൾ ആദരവ് നൽകി വീണ്ടും സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ വീണ്ടും കിടന്ന് ബഹളം വെക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ട് സർ മൈക്കില്ല സാർ എന്നിങ്ങനെ കുട്ടികളെപ്പോലെ ബഹളം വെക്കുകയാണ്. മൈക്ക് ചെയറിൽ നിന്നല്ല തരുന്നത്, താങ്കളുടെ മൈക്ക് ഓണാണ്, താങ്കൾ സംസാരിക്കൂ എന്ന് ചെയർ പറയുന്നുണ്ട്. സ്പീക്കർ സാർ, എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ദളിതരെക്കുറിച്ച്, ആദിവാസികളെക്കുറിച്ച്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് ആര് സംസാരിച്ചാലും അവരെല്ലാം തന്നെ മറ്റുള്ളവരുടെ ശാപവാക്കുകളും ചീത്തയും കേൾക്കേണ്ടി വരും. ഞാൻ പറയുന്നു, ഇവരുടെ ഈ ചീത്തവിളികളും പരിഹാസങ്ങളും എല്ലാം സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം മഹാഭാരതത്തിൽ അർജുനൻ അമ്പെയ്യുമ്പോൾ ആ പക്ഷിയുടെ തല മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ എൻ്റെ ലക്ഷ്യം ജാതി സെൻസസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏതൊക്കെ രീതിയിൽ എന്നെ അപമാനിച്ചാലും പരിഹസിച്ചാലും കളിയാക്കിയാലും എനിക്കൊന്നുമില്ല, എൻ്റെ ലക്ഷ്യം ജാതി സെൻസസ് മാത്രമാണ്. വീണ്ടും പ്രതിപക്ഷം ബഹളം വെക്കുകയാണ്. അങ്ങനെ അഖിലേഷ് യാദവ് എഴുന്നേറ്റ് സംസാരിക്കുന്നു. സ്പീക്കർ ജി, ഭരണപക്ഷത്തുള്ളവർ ഞങ്ങളെ കൗരവരെന്നും ദുര്യോധനെന്നും ദുശാസനെന്നും ഒക്കെ വിളിച്ചു. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ജാതി ചോദിക്കാൻ ഭരണപക്ഷത്തുള്ളവർക്ക് എന്താണ് അധികാരം? അപ്പോൾ ഭരണപക്ഷത്തുള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളുടെ ജാതിയും വ്യക്തമാക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് ഭരണപക്ഷത്തു നിന്ന് ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ട്. ആദരണീയ അധ്യക്ഷ ജി, എനിക്ക് ചോദിക്കാനുള്ളത്, RG1 പറഞ്ഞത് OBCക്ക് സംവരണം നൽകുന്നതിന് ഞാൻ എതിരാണ് എന്നാണ്. എന്നാൽ RG2 പറയുന്നു OBCക്ക് ഞങ്ങൾ സംവരണം കൊടുക്കുന്നില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത് RG1 ആണോ ശരി, RG2 ആണോ ശരി? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പാർട്ടിയാണോ തെറ്റ്, അതോ നിങ്ങളാണോ തെറ്റ്, അതോ നിങ്ങളുടെ പൂർവികരാണോ തെറ്റ്? ആരെങ്കിലുമൊക്കെ തെറ്റായിരിക്കണ്ടേ? പലരും പലതാണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താണ്? RG1 പിന്നോക്ക വിഭാഗത്തിന് എതിരായിരുന്നു, അവർക്ക് സംവരണം നൽകുന്നതിന് എതിരായിരുന്നു. താങ്കൾ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന സംവരണം പോരാ എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെക്കുന്നു. എന്നാൽ ഇതേ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ഇവരുടെ പൂർവികനായിരുന്ന മറ്റൊരു പ്രധാനമന്ത്രി IG അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് പാപമാണെന്നാണ്, ജാതി ചോദിക്കരുത്, അത് പാപമാണെന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്നു എല്ലാവരുടെയും ജാതി എടുക്കൂ എന്ന്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പല കമ്മിറ്റി റിപ്പോർട്ടുകളും ഈ രാജ്യത്ത് പഠിച്ച് സർക്കാരിൻ്റെ ഭാഗമാക്കി വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇവരുടെ ഒരു സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയിട്ടില്ല, രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കിയിട്ടില്ല, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടില്ല. അതെല്ലാം നടപ്പിലാക്കിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അന്ന് മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരുപാട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകുമായിരുന്നു.
അതിനെ ഇല്ലാതാക്കിയ അതേ ആളുകൾ തന്നെയാണ് പറയുന്നത് ഹലുവ ഉണ്ടാക്കുന്നതിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറവാണെന്ന്. സാർ, ഇതേ കോൺഗ്രസിൻ്റെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സഭയിൽ തന്നെ പറഞ്ഞതാണ്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതി അദ്ദേഹത്തിൻ്റെ നിലപാടറിയിച്ചാണ് സംവരണത്തിന് അദ്ദേഹം എതിരാണെന്ന്. അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്നാൽ BJPയും മോദി സർക്കാരും വാജ്പേയി സർക്കാരും ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അബ്ദുൽ കലാംജിയെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനാക്കിയത്, രാഷ്ട്രപതിയാക്കിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരാണ്. രാംനാഥ് കോവിന്ദ് എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഈ രാജ്യത്തെ ഒരു വനിതയെ ഇന്ന് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ കാലത്താണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിനൊപ്പമാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ സാധ്യമായതെല്ലാം ചെയ്യുന്ന സർക്കാരാണ് ഞങ്ങളുടേത്. നിങ്ങളെപ്പോലെ നാടകം കളിക്കുന്നവരല്ല ഞങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും, ഏത് കാലത്തെ മന്ത്രിസഭ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരും ഏറ്റവും കൂടുതൽ SC/ST മന്ത്രിമാരുമുള്ളത് മോഡി സർക്കാരിൻ്റെ കാലത്താണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ SC/ST MLA മാരുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ SC/ST MP മാരുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ OBC MP മാരുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ OBC MLA മാരുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ OBC SC/ST മുഖ്യമന്ത്രിമാരുള്ളതും ഞങ്ങളുടെ പാർട്ടിയിലാണ്. എന്തിന്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ OBC വിഭാഗത്തിൽപ്പെട്ടതാണ്. OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തെ പിന്നോക്ക ജാതി സമൂഹം അതിൽ അഭിമാനിക്കുന്നുണ്ട്. സാർ, എനിക്കൊരു കാര്യം കൂടി അവസാനമായിട്ട് പറയാനുണ്ട്. ഇന്ന് OBCക്ക് വേണ്ടി വലിയ നാടകങ്ങൾ കളിക്കുന്ന ഇതേ ആളുകൾ ഭരിക്കുന്ന കർണാടകയിൽ ഇപ്പോഴും കർണാടകയിൽ അവർ ശ്രമിക്കുന്നത് OBC വിഭാഗത്തിലുള്ള സംവരണം എടുത്തു കളഞ്ഞുകൊണ്ട്, അത് കുറച്ചുകൊണ്ട് പകരം അവിടേക്ക് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ സംവരണം നൽകി കുത്തിക്കയറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. അവരാണ് ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്, OBCകളെക്കുറിച്ചും SC/ST വിഭാഗത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. സാർ, ഏറ്റവും അവസാനം ഒരു വരി കൂടി വായിച്ച് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ പറഞ്ഞത് ഈ രാജ്യത്ത് ഭയം ഭരിക്കുന്നു എന്നാണ്. തീർച്ചയായും ഈ രാജ്യത്ത് ഭയപ്പെടുന്നവരുണ്ട് സാർ. അത് തീർച്ചയായും ഈ രാജ്യത്തെ കുറ്റവാളികളാണ്, ഈ രാജ്യത്തെ തട്ടിപ്പുകാരാണ്, ഈ രാജ്യത്ത് അഴിമതി നടത്തുന്നവരാണ്. സാർ, ഇന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും ഭയത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റവാളികൾ മാത്രമാണ് സാർ, ദേശദ്രോഹികൾ മാത്രമാണ് സാർ, അഴിമതിക്കാർ മാത്രമാണ് സാർ, സ്വജനപക്ഷപാതികൾ മാത്രമാണ് സാർ.